ഇമാമ് എത്ര സമയം വരെ അവിടെ ഇരിക്കും, അല്ലെങ്കിൽ മഅ്മൂമിന് എത്ര സമയം വരെ ഇരിക്കേണ്ടതുണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാൾക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് പോകണം. അപ്പോൾ ഇമാമ് സലാം വീട്ടി കഴിഞ്ഞ ഉടനെ മഅ്മൂമിന് എഴുന്നേറ്റ് പോകാവുന്ന സമയം എപ്പോഴാണ്? അതിൽ പണ്ഡിതന്മാർ പറയുന്നത്, എപ്പോഴും ഇമാമ് നിസ്കരിച്ച സ്ഥലത്ത് നിന്നൊന്ന് തെറ്റിയിരിക്കുകയോ എഴുന്നേൽക്കുകയോ ചെയ്യുന്നത് വരെ മഅ്മൂമ് പിരിഞ്ഞു പോകാതിരിക്കലാണ് നല്ലത്. കാരണം ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ മജ്മൂ ഫത്താവയിൽ 22-ാം ജുസിൽ ഈ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, യൻബഗീലിൽ മഅ്മൂമി അൻ ലാ യഖൂമ ഹത്താ യൻസരിഫൽ ഇമാമു ഐ യൻതഖില അനിൽ ഖിബ്ല ولا ينبغي للإمام أن يقعد بعد السلام مستقبل القبلة إلا مقدار ما يستغفر 3 ويقول اللهم أنت السلام ومنك السلام تبارك يا ذا الجلال والإكرام وإذا انتقل الإمام فمن أراد أن يقوم قام ومن أحب أن يقعد يذكر الله فعل. മജ്മൂ ഫത്താവ. എന്താണ് അദ്ദേഹം പറയുന്നത്? മഅ്മൂം എപ്പോഴും മഅ്മൂമിന് നല്ലത് അല്ലാ യഖൂമ, അവൻ എഴുന്നേൽക്കാതിരിക്കലാണ്. ഏതുവരെ? ഹത്താ യൻസരിഫൽ ഇമാമു, ഇമാമ് വിരമിക്കുന്നത് വരെ. ഐ യൻതഖില അനിൽ ഖിബ്ല, ഖിബ്ലയുടെ ഭാഗത്തു നിന്നും തെറ്റിയിരിക്കുന്നത് വരെ മഅ്മൂം എഴുന്നേൽക്കാതിരിക്കലാണ് ഭംഗി. സലാം വീട്ടി കഴിഞ്ഞ് ഉടനെ തന്നെ അങ്ങോട്ട് നീറ്റ് ഓടുന്നതിനേക്കാൾ ധൃതി ഉണ്ടെങ്കിൽ നല്ലത് ഇമാമ് ഇരിക്കുന്ന ഒരു പ്രത്യേക സമയമുണ്ട്. അതായത് സലാം വീട്ടി ആ രൂപത്തിൽ തന്നെ ഖിബ്ലയിലേക്ക് തന്നെ തിരിഞ്ഞ് നബി എത്ര സമയം ഇരിക്കാറുണ്ടായിരുന്നുള്ളൂ? സ്വഹാബത്ത് പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ സലാം വീട്ടി കഴിഞ്ഞാൽ നിസ്കരിച്ച അതേ രൂപത്തിൽ തന്നെ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞിരിക്കാറുള്ളത് അസ്തഗ്ഫിറുല്ലാഹ് 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 അല്ലാഹുമ്മ അൻത സലാം മിൻക സലാം തബാറക യാ ദൽ ജലാലി വൽ ഇക്റാം. ഇത് പറയുന്ന സമയം വരെ അങ്ങനെ ഇരിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നബി ഒന്നുകിൽ എഴുന്നേറ്റ് പോകും, എന്നിട്ട് വേറൊരു സ്ഥലത്ത് ഇവിടെ പോയിരുന്നു ദിക്റും തൊഴിയും ചൊല്ലും. ചിലപ്പോ വലതു ഭാഗത്തേക്ക് മാത്രം അങ്ങനെ തിരിഞ്ഞിരിക്കും, എന്നിട്ട് ദിക്റും നിർവഹിക്കും. ചിലപ്പോ മഅ്മൂമിങ്ങളുടെ നേർക്ക് തന്നെ ഒന്നാകെ തിരിഞ്ഞിരിക്കും. ചിലപ്പോ വേറെ ഭാഗത്തേക്ക് പെട്ടെന്ന് ധൃതിയിൽ പള്ളിയുടെ പുറത്തേക്ക് തന്നെ പോയി എന്ന് വരും. ഇങ്ങനെയൊക്കെ പല സമ്പ്രദായങ്ങളും പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇമാമ് ഇത്ര ഒരു സമയം കഴിഞ്ഞ് ഒന്നിങ്ങനെ തെറ്റിയിരിക്കുക, അല്ലെങ്കിൽ ഇമാമ എഴുന്നേൽക്കുകയും ചെയ്യുന്ന ആ സമയത്തിന്റെ മുമ്പ് മഅ്മൂം നിങ്ങൾ എഴുന്നേറ്റ് പോകാതിരിക്കലാണ് നല്ലത്. ഇമാം ഇങ്ങനെ തെറ്റിയിരുന്നാൽ മഅ്മൂമിങ്ങൾക്ക് എഴുന്നേറ്റ് പോകേണ്ടവർക്ക് എഴുന്നേറ്റ് പോകാം. ആരെങ്കിലും അവിടെ ഇരുന്ന് ദിക്റും ദ്വായും ചൊല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ അങ്ങനെയും ചെയ്യാം. അതാണ് ആ വിഷയത്തിൽ നമുക്ക് സ്വഹീഹായ ഹദീസുകളിൽ നിന്ന് വന്നിട്ടുള്ളത്.